കൊലപാതകികൾ, ബലാത്സംഗികൾ അവർക്കെല്ലാം ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ജയിലിൽ പോകുന്ന ഇപ്പോൾ ഭയങ്കര സുഖമാണ്, ജയിലിൽ പോകുന്നവരെല്ലാവരും തടിച്ചു കൊഴുത്ത് വരികയാണ് എന്നൊക്കെയുള്ള പൊതുബോധം നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയിലിലുള്ള ആളുകൾക്ക് വേണ്ടി നന്മയൊന്നും നല്ലതൊന്നും ചെയ്യാൻ പാടില്ല, ജയിലൊരു ശിക്ഷയായിരിക്കണം, അവിടെ പോകുന്നത് ശിക്ഷയായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യണം എന്ന പൊതുധാരണയിൽ നിന്നാണ് നമ്മൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ജയിൽ എന്ന് പറഞ്ഞാൽ സത്യത്തിലൊരു ശിക്ഷാ കേന്ദ്രമാണ്. ഓഫ് കോഴ്സ് അതൊരു ശിക്ഷാ കേന്ദ്രമാണ്, ഒപ്പം തന്നെ ഒരു കറക്ഷൻ സെൻറ്റർ കൂടിയാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ, ശിക്ഷ പൂർത്തിയാക്കി ഇറങ്ങിപ്പോകുന്ന ആളുകൾ പിന്നെ ഇത്തരം ക്രൈം ചെയ്യാൻ പാടില്ല എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജയിൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ജയിൽ എന്ന് വെച്ചാൽ ആൾക്കാരെ ശിക്ഷിച്ച് പൂർത്തിയാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോയ അവിടുത്തെ ജയിലുകൾ ഭീകരമായ കൊടിയ പീഡന മുറകളാണ് എന്ന് മാത്രമല്ല ഇവിടുത്തെ പോലെ തുറസായ ജയിലുകളല്ല. ആളുകൾക്ക് പുറം ലോകം കാണാനേ പറ്റില്ല, ലിറ്ററലി കാണാൻ പറ്റില്ല. ആകെ ഒരു ചെറിയ വിൻഡോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുവഴി ഓഫീസേഴ്സ് വന്ന് നോക്കുകയോ ഭക്ഷണം ഒരു ചെറിയ സ്പേസിലൂടെ അകത്തേക്ക് കടത്തി കൊടുക്കുകയോ ചെയ്യുന്ന അടച്ച് ഇരുണ്ട ജയിലുകളുണ്ട്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീതിതമായ ജയിലുകളുടെ ഡോക്യുമെൻ്ററീസൊക്കെ നോക്കിയാൽ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ ജയിലുകളൊക്കെയാണ് കാണാൻ പറ്റുക. ഒരു ജയിൽ എന്ന് വെച്ചാൽ കോൺസെപ്റ്റ് പക്ഷേ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ത്യയിൽ നിങ്ങൾ തടവുകാരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാന്യമായ വേതനം കൊടുക്കണം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല തടവുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ വേതനത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. ഇരകൾക്ക് നഷ്ടപരിഹാരം വിധിക്കുന്ന വിധികളുണ്ടാവുമല്ലോ, അപ്പോൾ അത് കൊടുക്കാൻ ഇവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം എടുത്ത് കൊടുക്കണം എന്ന് കോടതി നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ വകുപ്പ് മേധാവി ഒരു റിപ്പോർട്ട് കൊടുക്കുകയും നമ്മൾ ആ പൈസ കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ പേരിൽ കേരളം വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എടുത്താൽ കേരളത്തിലെ പല സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കർണാടക അടക്കമുള്ള പല സംസ്ഥാനങ്ങളും കൊടുത്തുവരുന്ന വേതനത്തിൻ്റെ പുറകിലായിരുന്നു നമ്മൾ. അന്നാലും അത് നെഗറ്റീവായി കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജയിൽ വേതനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ആലോചിക്കുന്നത് 620 വരെ ആക്കാം എന്ന് തീരുമാനിക്കുന്നു. 16,000 രൂപ കൂടുതൽ വരും അപ്പോൾ ഒരു മാസം. അപ്പോൾ അത് ആ ജയിൽ ജീവനക്കാർക്ക് ഗുണപരമാണ്, തർക്കമില്ല. നമ്മൾ ആരോഗ്യമായിരുന്നു. നമ്മുടെ ജയിലുകൾ എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടുള്ള ജയിലുകളാണ്. നമ്മൾ ജയിൽ ചപ്പാത്തി അവൈലബിൾ ആണ്, ജയിലിൽ നിന്നുണ്ടാക്കുന്ന ബിരിയാണി, ജയിലിൽ നിന്നുണ്ടാക്കുന്ന ഫർണിച്ചറുകൾ, ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്, ജയിൽ പ്രോഡക്റ്റുകളെല്ലാം. എന്ന് വെച്ചാൽ ജയിലിലെ ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഉണ്ടാക്കുന്ന സംഗതികൾ പുറത്ത് വിറ്റ് ന്യായമായ പൈസ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ അതിൻ്റെ പ്രൊഡക്ഷനിൽ പങ്കാളികളാവുന്ന ആളുകൾക്ക് ന്യായമായ ശമ്പളവും വേതനവും കൊടുക്കുക എന്ന് പറയുന്നത് ന്യായമായ ഒരു അവകാശമാണല്ലോ അവരുടെ. രണ്ടാമത്തേത്, ആളുകളെ ഈ പറയുന്നത് പോലെ ഒരു കറക്ഷൻ സെൻ്ററായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു പുനരധിവാസ കേന്ദ്രമായി പ്രവർത്തിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഗുണങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നോക്കണം. പഠനങ്ങൾ നോക്കിയാൽ ഏതാണ്ട് ശരിയാവണ്ണമുള്ള പുനരധിവാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ജയിലുകൾക്കകത്ത് താമസിക്കുന്നവരിൽ 40% വരും തടവുകാർ ജീവിതത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിൽ തന്നെ അവർക്ക് നിങ്ങൾ വിദ്യാഭ്യാസപരമായ പുരോഗതി, തൊഴിൽപരമായ സ്കിൽ ഇതവരെ പഠിപ്പിക്കുകയാണെങ്കിൽ 18 to 20% ഓഫ് ആളുകൾ ജീവിതം കുറച്ചുകൂടി നല്ല വഴിയിൽ തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത് കൊണ്ട് ആളുകൾ ഇനി ക്രിമിനൽ പണി എടുക്കരുതെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. എല്ലാവരെയും നമ്മൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നില്ല, എല്ലാവർക്കും നമ്മൾ ലൈഫ് സെൻറ്റൻസ് കൊടുക്കുന്നില്ല. 8, 10, 7, 5 വർഷമൊക്കെയുള്ള ജയിൽ ശിക്ഷ കിട്ടുന്നവരുണ്ട്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ മേലാൽ ഇത് ചെയ്യരുതെന്ന ആഗ്രഹത്തോടെയാണല്ലോ നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പരിപാടി ആളുകളെ കുറച്ചുകൂടി ഗുണപരമായി അവരിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. ചില ആൾക്കാർ പറയുന്നു, നിങ്ങൾ ജയിലിനകത്ത് മൊത്തം ഏർപ്പാട് ഗംഭീരമാക്കിയാൽ ആഴ്ചയിൽ ഒരു തവണ ആട്ടിറച്ചി കൊടുക്കുന്നു, നല്ല ഫുഡ് കൊടുക്കുന്നു, എല്ലാവരും കൂടി ഇരുന്ന് പണിയെടുക്കുന്നു, ഈ സംവിധാനം ജയിലുകളിലേക്ക് പിന്നെയും ആളുകളെ കൊണ്ടുവരും. സുഭിക്ഷമാണല്ലോ. ഇന്നിപ്പോൾ കണ്ടല്ലോ, കോഴിക്കോട് ബീച്ചിൽ നിന്ന് കഞ്ചാവ് ഉണക്കാനിട്ട് ഒരു കക്ഷിയെ പിടിച്ചിട്ടുണ്ട്. അത് പുള്ളി ഈ ജയിലിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലോട്ട് ബിൽഡ് ചെയ്താണെന്നൊക്കെയുള്ള കഥകൾ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയല്ല, പഠനങ്ങളെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പഠനങ്ങൾ പറയുന്നത് ഈ സംഗതി ആളുകളെ ജയിലിൽ നിന്ന് വരവ് കുറയ്ക്കുകയും ആളുകളെ കുറച്ചുകൂടി നീതിയുക്തമായിട്ടുള്ള നിയമ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന പൊതു മര്യാദകൾ പാലിക്കുന്ന ജീവിതത്തിലേക്ക് പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ്. മറിച്ച് ജയിലിൽ അടച്ച് കിട്ടുന്നതുകൊണ്ട് ജയിലിൽ പോയി കിടക്കാം എന്നാരും ചിന്തിക്കുന്നില്ല. അത് ഒരു മിത്താണ്. അതായത് ജയിലിൽ സുഖ സൗകര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് കുറ്റം ചെയ്ത് ജയിലിൽ പോകാം എന്ന് ആളുകൾ വിചാരിക്കുന്നു എന്നതിന് പഠനത്തിൻ്റെ വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. മറിച്ചാണ് ആളുകളെ നമ്മൾ സ്കിൽഡാക്കി മാറ്റിയാൽ ആ പണിയെടുത്ത് ജീവിക്കാം. ഒരാളെ ജയിലിലാവുന്നു, അയാൾ ജയിലിലായതിനു ശേഷം 8, 10, 12 വർഷം കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് വരുന്നു. അയാൾ കംപ്ലീറ്റായി ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് പുറത്തേക്ക് വരിക. പിന്നെ ചിലപ്പോൾ അയാൾക്ക് കുടുംബം ഉണ്ടാവില്ല, അയാളുടെ സുഹൃത്തുക്കളുണ്ടാവില്ല, സാമൂഹികമായ പരിസ്ഥിതി ആകെ മാറിക്കാണും. അയാൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലധനം ഉണ്ടാക്കി കൊടുക്കുക, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ അയാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാളോട് ചെയ്യാൻ കഴിയുന്ന ഒരു നീതിയാണ്. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും ജയിലിനെക്കുറിച്ച് കാണേണ്ടുന്ന ഒരു കാര്യം, ജയിലൊരു പുനരധിവാസ കേന്ദ്രവും കൂടിയാണ്, അല്ലാതെ ജയിൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം മാത്രമല്ല.